എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി മനോരമ ന്യൂസ് ഹോർത്തൂസ് വേദിയിലേക്ക് നിങ്ങളെ ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ MPയെ വളരെ സന്തോഷത്തോടുകൂടി മനോരമ ഹോർത്തൂസ് വേദി. നമുക്കറിയാം, രാഷ്ട്രീയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ് ജനാധിപത്യം. ജനാധിപത്യത്തിന് കാലാകാലങ്ങളിൽ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞ് അർത്ഥവ്യത്യാസങ്ങൾ പലത് വരുത്തിയിട്ടുണ്ടാവാം. പക്ഷെ അപ്പോഴും ജനാധിപത്യത്തിൻ്റെ അടിത്തറയാവുന്ന ചില മൂല്യങ്ങൾ ഇപ്പോഴുമുണ്ട്. അത് ജനങ്ങളുടെ വിശ്വാസം, രാഷ്ട്രീയ നേതാക്കളുടെ വിശ്വാസ്യത, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ശക്തി, ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. അതിൽ രാഷ്ട്രീയ നേതാക്കളുടെ വിശ്വാസ്യതയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ കരുത്തുമൊക്കെ വളരെയേറെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജനാധിപത്യത്തിലെ ശരികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അതിനായി രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത് എന്നുള്ളത് ഈ സംവാദത്തെ കൂടുതൽ അർത്ഥവത്താക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. സ്വാഗതം ശ്രീ കെ സി വേണുഗോപാൽ. നമസ്കാരം. സത്യത്തിൽ കഴിഞ്ഞ 2-3 ദിവസക്കാലമായി ഞാൻ വീക്ഷിക്കുകയായിരുന്നു. നമ്മുടെ നാടിൻ്റെ മുഴുവൻ പൊതു ചർച്ച കോഴിക്കോടേക്ക് മനോരമ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ഹോർത്തൂസിൻ്റെ ഈ മനോഹരമായ വേദിയിൽ എല്ലാ തരത്തിലുള്ള എല്ലാ മേഖലയിലുമുള്ള ബഹുമുഖ പ്രതിഭകളെ അണിനിരത്തിക്കൊണ്ട് നടത്തിയ ഈ വലിയ ഒരു അനുഭവം, അതിൽ പങ്കാളിയാകാൻ എനിക്ക് അവസരം തന്നതിന് പ്രത്യേകമായിട്ട് ഞാൻ അവയെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ജനാധിപത്യത്തിൽ നമ്മൾ ശരികളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് തിരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ചാണ്, അതായത് തിരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തെക്കുറിച്ചാണ്. പക്ഷെ സർക്കാരുകളുടെ നയരൂപീകരണത്തിലും പാർട്ടികളുടെ തീരുമാനങ്ങളിലും ഒക്കെ ഈ ഭൂരിപക്ഷത്തിന്റെ ശരി മാത്രമായിരിക്കണം ശരി. നമ്മുടെ തിരഞ്ഞെടുപ്പുകളുടെ രീതി മനസ്സിലാക്കിയാൽ നമുക്കറിയാം, നമ്പറുകളാണ് ഗവൺമെൻറ്റുകളെ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ 2019 ഗവൺമെൻറ് ആയാലും 2024 ഗവൺമെൻറ് ആയാലും അവർക്ക് ഭൂരിപക്ഷം പാർലമെൻറ്റിൽ ഭൂരിപക്ഷം MPമാരുള്ളത് കൊണ്ട് അവർക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റി. പക്ഷെ അവർക്ക് വോട്ട് ചെയ്ത ജനങ്ങളുടെ പേഴ്സൻറ്റേജ് എടുത്ത് നോക്കിയാൽ പൊതുവായിട്ട് മൊത്തം പേഴ്സൻറ്റേജിൻ്റെ ഭൂരിപക്ഷം വരുന്നില്ല. ആ പേഴ്സൻറ്റേജ് ഇപ്പം നമ്മുടെ ഒരു ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളിൽ 26 പേര് ഇരിക്കുന്ന ഒരു ക്ലാസ്സിൽ 23 പേരും 4ഉം 3ഉം കൂട്ടിയാൽ അത് 6 ആണെന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ ജനാധിപത്യത്തിൽ? ജനാധിപത്യം, നമ്മുടെ നാട്ടിലെ ജനാധിപത്യം ഇന്ത്യൻ ഭരണഘടനയുടെയും അതുപോലെ അടിസ്ഥാനപരമായിട്ടുള്ള തുല്യതയുടെയും സമത്വത്തിൻ്റെയും ഒക്കെ തന്നെ സത്യത്തിൻ്റെയും ഒക്കെ വേദിയിലാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭരിക്കുന്നവർക്ക് ഭരിക്കുന്നതിൻ്റെതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, സംശയമില്ല. പക്ഷേ ആ അവകാശം തങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയിലെ പൊതുവായിട്ടുള്ള എല്ലാ ജനങ്ങളുടെയും താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് തുല്യത നൽകിക്കൊണ്ട് അവർക്ക് സമത്വപൂർവ്വമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഇതാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത്. AKG ആയിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ. അന്ന് AKG സത്യത്തിൽ ഒരു റെസ്പോൺസിബിൾ പ്രതിപക്ഷമാകാൻ വേണ്ട നമ്പറുള്ള പാർട്ടിയുടെ നേതാവല്ലായിരുന്നു. പക്ഷേ പണ്ഡിറ്റ് AKGയെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നുള്ള പല കാര്യങ്ങളും എടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോയത്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് എപ്പോഴും, ഗവൺമെൻറ് ഹാവ് ദ വേ, ഓപ്പോസിഷൻ ഹാവ് ദ സേ. ഇതാണ് ജനാധിപത്യം. ഈ ജനാധിപത്യത്തിലെ ശരികൾ തീരുമാനിക്കുന്നതിൽ താങ്കൾ പറഞ്ഞ പോലെ പ്രതിപക്ഷത്തിന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിലയിൽ നോക്കിയാൽ ഇന്ത്യൻ പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ സ്ഥിതി എന്താണ്, റോൾ എന്താണ്? ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനാണ്. പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളിലേക്കല്ല പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം പോകുന്നത് ചില അജണ്ടകൾ ഫിക്സ് ചെയ്ത് ആ അജണ്ടകൾക്ക് പിന്നാലെ ജനങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ജനങ്ങളുടെ നേരിടുന്നതായിട്ടുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. ആ പ്രശ്നങ്ങളിലേക്ക് സർക്കാരിനെ കൊണ്ടുവരാനുള്ള ദൗത്യം നിർവഹിക്കലാണ് പ്രതിപക്ഷത്തിൻ്റെ ജോലി. അത് തൊഴിലില്ലായ്മയായാലും കർഷക പ്രശ്നങ്ങളായാലും വിലക്കയറ്റമായാലും സ്ത്രീ സുരക്ഷയായാലും ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും സർക്കാരിനെ ആ വേദിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ റോള്. അത് ഞങ്ങൾ നിർവഹിക്കപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ മുമ്പത്തേക്കാൾ കൂടുതൽ പ്രതിപക്ഷത്തിന് ഇപ്പോൾ കഴിഞ്ഞ 2 സഭകളേക്കാൾ കൂടുതൽ ഇപ്പോൾ കുറച്ചുകൂടെ സ്പേസ് കിട്ടുന്നില്ലേ? തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ 2 സമ്മേളനങ്ങൾ നിങ്ങൾ നോക്കിയാൽ പാർലമെൻറ്റിൻ്റെ ഒരു വ്യത്യാസം കാണാൻ പറ്റും. അവിടെ പാർലമെൻറ്റിൽ മുൻപ് ഇല്ലാത്തവണ്ണമുള്ള ഒരു പ്രതിപക്ഷ ശബ്ദത്തിൻ്റെ ശക്തി നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് നിയമനിർമ്മാണങ്ങളിലും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തിൻ്റെതാണ് തീരുമാനങ്ങൾ, അത് സംശയമൊന്നുമില്ല. പക്ഷേ ആ തീരുമാനം എടുക്കും മുമ്പ്
ഭൂരിപക്ഷം ആലോചിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് ആ ഗവൺമെൻറ്റിനെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഗവൺമെൻറ്റിനെ അതിലേക്ക് പ്രഷർ ചെയ്യാനും ഒക്കെയുള്ള വേദി പ്രതിപക്ഷം ഉപയോഗിക്കുമ്പോഴാണ് സാർത്ഥകമാകുന്നത്. ഇവിടെ പക്ഷേ പലപ്പോഴും ഗവൺമെൻറ് ഈ പ്രതിപക്ഷം എത്ര ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യങ്ങൾ കൊണ്ടുവന്നാലും അതൊക്കെ അവഗണിക്കുന്ന ശൈലിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പറയുമ്പോഴും പ്രതിപക്ഷം ജനങ്ങളുടെ ശബ്ദം എന്നുള്ളതാണ് നിങ്ങളുടെ പക്ഷം. എല്ലാ കാര്യങ്ങളിലും പ്രതിപക്ഷം പക്ഷേ ജനങ്ങളുടെ ശബ്ദമാവുകയാണോ അതോ നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമം നടത്തുകയാണോ? അങ്ങനെ ഏത് കാര്യത്തിലാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളിലായിട്ട് ഉന്നയിക്കുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. ഒന്ന്, സർക്കാരിന് പ്രതിപക്ഷത്തിൻ്റെ റോൾ എന്താണ് ഡെമോക്രസിയിൽ? സർക്കാരിനെ കറക്റ്റ് ചെയ്യാനുള്ള റോളല്ലേ? അത് ജനപക്ഷത്ത് നിന്നുകൊണ്ട് കറക്റ്റ് ചെയ്യാനുള്ള റോളാണ്. നമ്മളത് ഇപ്പം മണിപ്പൂരിൽ ഒരു വർഷക്കാലമായിട്ട്, മണിപ്പൂർ ഒരു സ്റ്റേറ്റാണ്, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റാണ്. നമ്മൾ കേരളീയരടക്കം വളരെ ഉത്കണ്ഠാകുലരായി നോക്കിക്കണ്ട ഒരു സ്റ്റേറ്റായിരുന്നു മണിപ്പൂരിൽ. അവിടെ 1.5 വർഷക്കാലത്തോളമായി നടക്കുന്ന ഒരു ഭരണമില്ല. അവിടുത്തെ ജനത എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ സത്യത്തിൽ നമുക്ക് അതിശയോക്തപരമായിട്ട് തോന്നും പലപ്പോഴും. നമ്മളൊക്കെ അവിടെ 2-3 പ്രാവശ്യം പോയപ്പോൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല ആളുകൾക്ക്, അതേ സ്റ്റേറ്റിലെ ആളുകൾക്ക്. അവിടെ ഗവൺമെൻറ് നിസ്സംഗരായി നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ അത് ഉന്നയിക്കുന്നത് രാഷ്ട്രീയമാണോ? ഇല്ല, അത് ഉന്നയിക്കുന്നതിൽ രാഷ്ട്രീയം എന്നുള്ളതല്ല. ഒരുപക്ഷെ നമ്മൾ കണ്ടത് മണിപ്പൂർ വിഷയം ഉയർത്തി പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷം കാരണം ഉണ്ടായിരുന്നു. മണിപ്പൂരിലെ മെമ്പർ ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലും മണിപ്പൂരിൽ നിന്ന് ജയിച്ചു വന്ന ഒരു മെമ്പർ 2 മിനിറ്റെങ്കിലും അയാൾക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുക്കണമെന്ന് നമ്മൾ പറയാണ്. പ്രതിപക്ഷത്തിൻ്റെ പ്രസംഗത്തിന് കിട്ടുന്ന സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾക്ക് അനുവദിക്കപ്പെടേണ്ട, ഞങ്ങളുടെ നമ്പർ അനുസരിച്ച് അനുവദിക്കപ്പെടേണ്ട സമയത്തിൽ നിന്ന് ആ സമയത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നതിന് മുമ്പായിട്ട് ഒരു 2-3 മിനിറ്റ് ആ മണിപ്പൂരിലെ കാര്യങ്ങൾ പറയാൻ അയാൾക്ക് അവസരം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് തീർത്തും നിഷേധിച്ചു ഭരണപക്ഷം. അപ്പോൾ അദ്ദേഹം വന്ന് മുന്നിൽ നിന്ന് ബഹളം വെക്കുമായിരുന്നു ആദ്യം. അതിൻ്റെ കൂടെ പ്രതിപക്ഷം കൂടേണ്ടി വന്നു. കാരണം അതൊരു ജനതയുടെ വികാരങ്ങളുടെ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ട് ഇത് മാറുകയായിരുന്നു. അവിടെ നിന്ന് എങ്ങനെ പ്രതിപക്ഷത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റും? അതെങ്ങനെ രാഷ്ട്രീയം? അത് ഗവൺമെൻറ് പറയേണ്ടിയിരുന്നില്ലേ? മണിപ്പൂരിലെ എം പിക്ക് പറയാനുള്ളത് പറയട്ടെ, മറുപടി പ്രധാനമന്ത്രിക്ക് പറയാമല്ലോ. പക്ഷെ അപ്പോഴും നമ്മൾ പറയാറുണ്ട് പാർലമെന്റിന്റെ ഡെക്കോറം എന്ന് പറയുന്ന അതിൽ ചില ശരിതെറ്റുകളെ കുറിച്ച് എപ്പോഴും ജനാധിപത്യത്തിൽ സംസാരിക്കാറുണ്ട്. അന്ന് ഭരണകക്ഷി ഉന്നയിച്ച ഏറ്റവും വലിയ വിമർശനവും അതായിരുന്നു. സാധാരണഗതിയിൽ ട്രഷറി ബെഞ്ചിന് മുന്നിൽ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വന്ന് ബഹളം വയ്ക്കാറില്ല. അതിപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് അംഗങ്ങളുടെ എണ്ണം കൂടിയത് കൊണ്ട് നിങ്ങൾ ആ നിലയിൽ എടുക്കുന്ന തീരുമാനമാണോ എന്നുള്ളതായിരുന്നു. അങ്ങനെ അവർ പറയുന്നതിന് ഇപ്പം ഞാനറിയില്ല. പക്ഷേ കഴിഞ്ഞ സഭയിൽ നടന്നത് എന്താണ്? കഴിഞ്ഞ സഭയിൽ നടന്ന അതെന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? 150ഓളം എം പിമാരെ സസ്പെൻഡ് ചെയ്ത് സഭ നടത്തിയത് നിങ്ങൾ കണ്ടതല്ലേ? അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമായിരുന്നോ? ഒരു പ്രതിപക്ഷത്തെ മുഴുവൻ എം പിമാരെയും സസ്പെൻഡ് ചെയ്ത് സഭ നടത്തിയ ഒരു കാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. അത് ഈ കാലത്ത് നടന്നതാണ്. ഇവിടെ അതല്ല സംഭവിച്ചത്. അന്നൊക്കെ തന്നെ പ്രതിപക്ഷങ്ങളെ ഏതെങ്കിലും ഒരാൾ ബഹളം വെച്ചാൽ ബഹളം വെക്കുന്ന ആളെ പുറത്താക്കുകയാണ്, സസ്പെൻഡ് ചെയ്യാണ്. ഏതെങ്കിലും ഒരു കാര്യം ഉന്നയിക്കാൻ വേണ്ടി സഭയിൽ ഉന്നയിക്കാൻ, വിലക്കയറ്റം ചർച്ച ചെയ്യണം, അടിയന്തര പ്രമേയം പറഞ്ഞാൽ ആ അടിയന്തര പ്രമേയം ഉന്നയിക്കാൻ, അത് അവതരിപ്പിക്കാൻ പോലും പറ്റില്ല. മുൻപ് കാലഘട്ടങ്ങളിൽ എന്തായിരുന്നു? അടിയന്തര പ്രമേയം അഡ്ജോൺമെൻറ്റ് മോഷൻ മൂവ് ചെയ്താൽ മൂവ് ചെയ്യുന്ന ആൾക്ക് അത് മൂവ് ചെയ്യാനുള്ളൊരു 3 മിനിറ്റ് പ്രസംഗിക്കാൻ അവസരം കൊടുക്കും. ഇതെന്താ ചെയ്യുന്നത്? അഡ്ജോൺമെൻറ്റ് മോഷൻ മൂവ് ചെയ്യുന്നതിന് സ്പീക്കർ അടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ്. അവിടെ പറയാൻ പോലും അവകാശമില്ല. പിന്നെന്തിനാ പാർലമെൻറ്റ്? തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഒരു പ്രധാനപ്പെട്ട വിഷയം ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരം, എന്നിട്ട് റൂൾ ഔട്ട് ചെയ്തോട്ടെ, ഇത് അവതരിപ്പിക്കാൻ പറ്റില്ല. അതുപോലും ഇല്ലാതിരിക്കുമ്പോൾ അങ്ങനെയാണ് അവർ വെളിയിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. ആ വെളിയിലിറങ്ങുമ്പോൾ ഇറങ്ങുന്ന ആളെ സസ്പെൻഡ് ചെയ്യുകയാണ്. അങ്ങനെ എത്ര പേര്? 150-160 പേരെ സസ്പെൻഡ് ചെയ്ത് സഭ നടത്തി പാരമ്പര്യമുള്ള അതാണോ പിന്നെ ജനാധിപത്യത്തിൻ്റെ പാരമ്പര്യം? അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഉണ്ടായത് അതിനുശേഷം സഭ നടന്നല്ലോ കൃത്യമായി. കഴിഞ്ഞ സഭയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം മുഴുവൻ ഞങ്ങളെല്ലാം നിശബ്ദമായി കേട്ടുകൊണ്ടിരുന്നല്ലോ, ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അന്നുണ്ടായതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു, ആ സന്ദർഭത്തിൽ ഉണ്ടായ പ്രശ്നം മാത്രമായിരുന്നു. പലപ്പോഴും ഈ പാർലമെന്റിലായാലും വിമർശനം, ഞാൻ പാർലമെന്റിനെ കുറിച്ച് ആവർത്തിച്ച് പറയുന്നത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നാണ് ഞാനടക്കം ഇവിടെ ഇരിക്കുന്ന സാധാരണ ജനങ്ങളെല്ലാം പാർലമെന്റിനെ കാണുന്നത്. അങ്ങനെയുള്ള പാർലമെന്റിൽ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള വിമർശനങ്ങളിലേക്ക് പോലും പലപ്പോഴും പോകുന്നുണ്ട്. ഉദാഹരണത്തിന് പ്രധാനമന്ത്രിയെ കടന്നാക്രമിക്കുന്ന സമീപനം, തിരിച്ചിവിടുന്ന പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന സമീപനം, അതൊക്കെ ജനാധിപത്യത്തിലെ ശരിയാണോ? വ്യക്തിപരമായിട്ടുള്ള ഒരു കടന്നാക്രമണം ഞങ്ങളുടെ ശൈലിയുടെ ഭാഗമല്ല. പക്ഷെ പ്രധാനമന്ത്രിയെ വിമർശിക്കേണ്ടി വരും. ഈ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിന്നാൽ അദ്ദേഹത്തെ നേരിട്ടുകൊണ്ടല്ല ഈ ആക്രമണം ഉണ്ടാവുമായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള കാര്യം. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ.
പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ ധ്വംസനങ്ങളുടെയും ഏകാധിപത്യ പ്രവണതകളുടെയും മൂർത്തിമദ്ഭാവമായിട്ട് അദ്ദേഹം ഇരിക്കുന്ന കസേലയുണ്ട്. പ്രൈം മിനിസ്റ്റർ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ നിൽക്കുന്ന പ്രൈം മിനിസ്റ്ററെ വിമർശിക്കുക എന്ന് പറയുന്നത് പിന്നെ ഇത് പറയുമ്പോൾ മറ്റൊരു വശം കൂടെ പറയാം. വിമർശിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ എത്ര പേരിപ്പം ജയിലിലുണ്ട്? ഏറ്റവും കൂടുതൽ ഗുജറാത്തിലെ മാധ്യമപ്രവർത്തകരടക്കം. വിമർശിക്കാൻ ഇവിടെ മാധ്യമങ്ങൾക്ക് പോലും അവകാശം ഉണ്ടോ ഈ രാജ്യത്ത്? അപ്പോൾ പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ ആരെങ്കിലും ധൈര്യം കാണിച്ചാൽ അത് ജനാധിപത്യത്തിന് കൊടുക്കുന്ന ഏറ്റവും നല്ല സന്ദേശമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രധാനമന്ത്രി ചെയ്യുന്ന തെറ്റാണെന്ന് വ്യക്തിപരമായി പ്രധാനമന്ത്രിയെ നോക്കി പറയുന്ന ധൈര്യം കാണിക്കുക എന്ന് പറയുന്നത് ഇന്ന് ജനാധിപത്യത്തിൽ അപൂർവമായി കാണുന്ന ഒരു പ്രവണതയാണ്. ധൈര്യത്തോടെ അതിന് ഞാൻ അത് ക്രെഡിറ്റ് കൊടുക്കും. വ്യക്തി കേന്ദ്രീകൃതമായാലും പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തെയാണ് വിമർശിക്കുന്നത്. യെസ്. അല്ലാതെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഒന്നും വിമർശിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പദം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് നിശ്ചിതമായി വിമർശിക്കും, ഇനിയും വിമർശിക്കും. തിരിച്ച് അദ്ദേഹം വിമർശിക്കാറുണ്ട്. വളരെ വളരെ മോശമായ സ്റ്റാൻഡേർഡിൽ എന്തെല്ലാം വിമർശനം നടത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. രണ്ടു വശത്തു നിന്നും അല്ല, ഞങ്ങൾ വിമർശിക്കുന്നത് പ്രധാനമന്ത്രിയെയാണ്. ആ അഡ്വാൻറ്റേജ് നിങ്ങൾ കാണണം. അതിനുള്ളൊരു അവകാശം പ്രതിപക്ഷം തരണം. അതുപോലെയല്ല പ്രധാനമന്ത്രി തിരിച്ചിങ്ങോട്ട് ക്കുന്നത്. ജനാധിപത്യത്തിൽ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. നമ്മൾ ഭരണത്തിലിരിക്കുമ്പോൾ നമുക്ക് കുറേ പരിമിതികളുണ്ട്. നമ്മൾ ജനങ്ങളുടെ മുഴുവൻ ഭാഗമായിട്ടാണ് ഭരണത്തിലിരിക്കുന്നത്. അപ്പോൾ അതിന് കുറേ പരിമിതികളുണ്ടാവും. പക്ഷേ ഇപ്പോൾ വിമർശനങ്ങളെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അടക്കം വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാറില്ലേ? കോൺഗ്രസിന്റെ ഒഫീഷ്യൽ മീഡിയകളൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പേഴ്സണലൈസ് ചെയ്തിട്ടില്ല. പോളിസി ബേസിൽ വിമർശിക്കാറുണ്ട്, നിശിതമായ വിമർശനങ്ങൾ നടത്താറുണ്ട്. വ്യക്തിപരമായ വിമർശനം കോൺഗ്രസിന്റെ ഒരു അജണ്ടയാണ്. നിയമനിർമ്മാണ സഭകൾ എന്നാണ് നമ്മളിപ്പോൾ എന്തെല്ലാം വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ തരത്തിലുള്ള ചർച്ചകൾ അങ്ങനെ നടത്തുക വഴി ജനാധിപത്യത്തിൽ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കാൻ ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ കഴിയുന്നുണ്ടോ? ഇപ്പോൾ ഈ കഴിഞ്ഞ 2 സമ്മേളനങ്ങളും ഞാൻ അങ്ങനെയാണ് കണ്ടത്. വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടാണ് നടന്നത്. ഒരു സഭ നിർത്തിവെക്കേണ്ടി വന്നിട്ടേ ഇല്ല. 2 സഭകളിലും ഞങ്ങൾ ഇന്ത്യയിലെ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ശക്തമായ ഒരു പ്രതിപക്ഷമായി നിൽക്കുന്ന സഭയാണല്ലോ ഇത്. സർക്കാരിൻ്റെ എല്ലാ ബിസിനസ്സും പാസ്സാക്കാൻ അവസരം കൊടുത്തു. പക്ഷേ ഏറ്റവും ശക്തമായിട്ടുള്ള സംവാദങ്ങൾ നടന്നു. അവിടെ ഏറ്റവും ശക്തമായ സംവാദം നടന്നു, ചർച്ചകൾ നടന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നടക്കാത്തത് എന്തുകൊണ്ടാണ്? അർദ്ധരാത്രിയിൽ ഒരു ദിവസം കൊണ്ടുവന്നിട്ട് തീരുമാനിച്ചു. ക്യാബിനറ്റ് അർദ്ധരാത്രി കൂടി തീരുമാനിക്കും. ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം കൂടാറില്ല. അജണ്ടകൾ തീരുമാനിക്കുന്ന കക്ഷി നേതാക്കന്മാരോട് സംസാരിക്കാറില്ല. പിറ്റേന്ന് രാവിലെ കൊണ്ടുവന്നു ജമ്മു കാശ്മീരെ വിഭജിക്കുന്ന പ്രമേയം. അന്ന് ഉച്ചയ്ക്ക് തന്നെ പാസ്സാക്കണം എന്ന് പറഞ്ഞു. ഇന്ത്യൻ നിയമനിർമ്മാണ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വണ്ണം ദോശ ചൂടുന്നത് പോലെ നിയമം പാസ്സാക്കാൻ മെനക്കെട്ടപ്പോൾ അവിടെ ബഹളം ഉണ്ടാകും. ഞാൻ ചോദിക്കുന്നത് ആരുടെ ഉത്തരവാദിത്വമാണ് സഭ നടത്തുക എന്ന് പറയുന്നത്? സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അപ്പോഴും പ്രതിപക്ഷം സഹകരിക്കലാണ് വേണ്ടത്. സർക്കാരിന്റെ ഇനീഷ്യേറ്റീവിനെ പ്രതിപക്ഷം കോപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ പ്രതിപക്ഷത്തെ കൂടി ക്യാരി ചെയ്യാനുള്ളൊരു മനസ്സ് സർക്കാർ കാണിക്കണം. പ്രതിപക്ഷത്തിന്റെ വോയിസ് കൂടെ പറയാൻ അവകാശമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ പറയും. ഇപ്പോൾ ജമ്മു കാശ്മീർ ബില്ല് പാസ്സാക്കുന്ന പ്രതിപക്ഷത്തിനോട് ചോദിക്കുന്ന പോലുമില്ല. ഭൂരിപക്ഷം ഉണ്ടതുകൊണ്ട് പാസ്സാക്കുകയാണ്, നിങ്ങൾ ഇരുന്ന് വന്നോളെന്ന് പറഞ്ഞാൽ അത് നിന്നു കൊടുക്കുന്നൊരു പ്രതിപക്ഷമായാൽ വടി മീൻ ബൈ ഓപ്പോസിഷൻ? അതുകൊണ്ടെന്ത് കാര്യം? പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും മറുവശത്തിന്റെ വാദം, നിങ്ങൾ ഇതെല്ലാം പറയുന്നു, നോക്കൂ ജനങ്ങൾ വീണ്ടും പറയുന്നു ഞങ്ങളാണ് ശരി, അങ്ങനെ ഞങ്ങൾ ഭരണത്തിൽ തിരിച്ചെത്തുന്നു. ജനാധിപത്യത്തിലെ വിജയങ്ങളും പരാജയങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ഒരുപാട് കാലം വിജയിച്ചുകൊണ്ടേയിരുന്ന പാർട്ടിയാണല്ലോ. ഈ പറയുന്ന ഇപ്പം ഭരണത്തിലിരിക്കുന്നവർ എത്രയോ വർഷങ്ങൾ പ്രതിപക്ഷത്തിരുന്നവരാണ്. 2 അംഗങ്ങളുമായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ ഓൺലി 2 മെമ്പേഴ്സുമായിട്ട് അവർ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവർ അന്നെന്താ വാഷ് ഔട്ട് ചെയ്തു പോയോ? അവരാരും ഉന്നയിക്കാറില്ലേ? വിഷയങ്ങൾ ചർച്ച ചെയ്യാറില്ലേ? അപ്പോൾ ജനാധിപത്യത്തിൽ കോൺഗ്രസ് ഇപ്പം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാരൊന്നും ഈ രീതിയിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ? അത് ആ പോരാട്ടത്തിന് അവസാനം കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ ജയവും പരാജയമൊക്കെ ഒരു മത്സരത്തിലായാലും പോരാട്ടത്തിലായാലും ഒക്കെ ഉണ്ടാവും. അതൊന്നും ഞങ്ങൾ അലട്ടാറില്ല. ഈ പരാജയങ്ങളെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയി വിജയത്തിലേക്ക് എത്താനുള്ള പടിയിലേക്ക് ഞങ്ങൾ പോവുക തന്നെ ചെയ്യും. അതിനകത്ത് ആ പരാജയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടല്ല ഞങ്ങൾ ഇതിനെ കാണുന്നത്. പക്ഷേ അവതരിപ്പിക്കേണ്ട വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള അവകാശം, പ്രതിപക്ഷത്തിന് കിട്ടേണ്ട അവകാശം അത് കിട്ടുക തന്നെ വേണം. പക്ഷെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ കോൺഗ്രസ് ഇത്ര വിശാല മനസ്കതയോടെ കാണാറുണ്ടോ കെ.സി? കാരണം ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ പോലും സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ സംശയിക്കുകയാണ്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ചല്ലേ നമ്മൾ പറയുന്നത്?
തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആയാലും ബാലറ്റ് ആയാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു ന്യൂട്രൽ ഏജൻസി, വളരെ നിർഭയമായും നിഷ്പക്ഷമായും ജോലി ചെയ്യേണ്ട ഏജൻസിയാണ്. ആ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുന്ന 3 അംഗ സമിതി ആരൊക്കെയായിരുന്നു? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ലീഡർ ഓഫ് ഓപ്പോസിഷൻ, പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ, ലീഡർ ഓഫ് ഓപ്പോസിഷൻ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. എത്ര പരമോന്നതമായ ബോഡിയാണ്, ഒരു ജനാധിപത്യത്തിൻ്റെ എത്ര സൗന്ദര്യമുള്ള ബോഡിയായിരുന്നു അത്. എന്തിനായിരുന്നു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ മാറ്റി ഒരു മന്ത്രിയെ ഇലക്ഷൻ കമ്മീഷനിൽ കൊണ്ടുവരുന്നത്? നിങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല. നിങ്ങൾ ന്യൂട്രാലിറ്റിയിലാണ് ഇലക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എല്ലാവരെയും തുല്യതയോടെ നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായ നിയമനിർമ്മാണത്തിൻ്റെ അങ്ങേയറ്റത്തിരിക്കുന്ന ഒരാളെ മാറ്റിയിട്ട് നിങ്ങളുടെ ഒരു മന്ത്രിയെ കൊണ്ടുവരേണ്ട രാഷ്ട്രീയ ഉദ്ദേശം എന്തായിരുന്നു? നമ്പർ 2, ഇലക്ഷൻ കമ്മീഷന്മാരിൽ അംഗങ്ങളാവുന്ന 5 കൊല്ലത്തേക്കാണ്. ആ 5 കൊല്ലം അംഗങ്ങളായ 3 മെമ്പർമാരിൽ ഒരാൾ പൊടുന്നനെ രാജിവെക്കുകയാണ്. രാജിവെക്കുന്നു. ആർക്കും അറിയില്ല, കാരണം ഇന്നും ആർക്കും അറിയില്ല എന്തുകൊണ്ട് അയാൾ രാജിവെച്ചു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാകുന്ന അദ്ദേഹത്തിന് ഒരു ഉന്നത പദവി കിട്ടുകയാണ്. അയാൾക്ക് തന്നെ അയാൾ ഇലക്ഷൻ കമ്മീഷൻ മെമ്പർ സ്ഥാനം രാജിവെക്കുന്നു, പകരം ഒരാൾ ചാർജ് എടുക്കുന്നു. അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ ഘടനയിലും കമ്മീഷനെ തീരുമാനിക്കുന്ന കമ്മിറ്റിയുടെ ഘടനയിലും ഈ മാറ്റം വരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നിഷ്പക്ഷമായിട്ടും നീതിപൂർവമായിട്ട് ഇലക്ഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് വേണ്ടിയിരുന്നോ? പക്ഷേ അവിടെ കോൺഗ്രസ് വിജയിക്കുന്നിടത്ത് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സംശയമില്ല എന്നാണ് മറുവാദം. അങ്ങനെയില്ല. ഞങ്ങൾ കഴിഞ്ഞ കുറെ തിരഞ്ഞെടുപ്പുകളായി പറയുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും ടെക്നോളജി ഡെവലപ്പ് ചെയ്ത രാജ്യങ്ങളുണ്ടല്ലോ. ഏറ്റവും ടെക്നോളജി ഡെവലപ്പ് ചെയ്ത രാജ്യങ്ങൾ പോലും ബാലറ്റ് പേപ്പറിനെ ആശ്രയിക്കുകയല്ലേ. ഇപ്പൊ അമേരിക്കയിൽ പോലും കാണുന്നില്ല നമ്മൾ. അപ്പൊ ഞങ്ങൾ അന്ന് മുതലേ പറയുന്നുണ്ട്, എത്ര കാലമായി കോൺഗ്രസ് പറയുന്നത് ബാലറ്റ് പേപ്പറിലോട്ട് മാറണം. കാരണം ഇത് ഒരു ഇലക്ട്രോണിക് മെഷീനാണ്, അത് ടാമ്പർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ വർത്തമാന കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ കൊള്ളുന്നതല്ല. അതുകൊണ്ട് അതിനൊരു വിശ്വാസ്യത ഉണ്ടാവണം, ജനങ്ങളിൽ മുഴുവൻ വിശ്വാസ്യത ഉണ്ടാവുന്ന ഒരു ഇലക്ഷൻ രീതിയിലാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഇലക്ഷനാണ്. അവിടെയാണ് ഈ പറഞ്ഞത്, കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് സംശയമില്ല എന്നുള്ളത്. ഞങ്ങൾ സംശയം പറഞ്ഞിരുന്നേ, ഞങ്ങൾ ഭൂരിപക്ഷം കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 15 ഇലക്ഷനിൽ ചിലർ തീരുമാനിക്കും ഈ ഇലക്ഷനിൽ. അത് മാത്രമല്ല, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ സെലക്റ്റീവാണിത്. ഇത് സെലക്റ്റീവാണ്. ഞങ്ങളതിൻ്റെ വിവരങ്ങളായിട്ട് വരാൻ പോവാണ് മുമ്പിലേക്ക്. അതിന് ഒരു ടെക്നിക്കൽ ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നടന്നത് എന്താണെന്ന് അതിൻ്റെ വിവരങ്ങളുമായിട്ട് വരാൻ പോവാണ്. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞോ? 99% ബാറ്ററി ചാർജ് ഫുള്ളാവുന്നത് ഒരു ദിവസം മുഴുവൻ വോട്ട് ചെയ്ത മെഷീൻ 99% എങ്ങനെയാണ് ബാറ്ററി ചാർജ് ഉണ്ടാകുന്നത്? അതിനവർ മറുപടി പറഞ്ഞില്ല. വേഗമായിട്ടുള്ള മറുപടി പറഞ്ഞു പോലെ ജനറലൈസ് ചെയ്യില്ലേ ചെയ്തത് അവർ. അപ്പം ഇപ്പം നമുക്കും സിസ്റ്റം നന്നാവണമെന്നാണ് ആഗ്രഹം. അല്ലാണ്ട് ഒരു സിസ്റ്റത്തിന് ഞങ്ങൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് വേണമെന്നല്ല പറയുന്നത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തതിന് എന്തിനാണ് മടി കാണിക്കുന്നത്? അവിടെയാണ് ഞങ്ങളുടെ ചോദ്യം. ചീഫ് ജസ്റ്റിസിനെ ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്ന സമിതിയിൽ നിന്ന് മാറ്റുന്നു. ഇലക്ഷൻ കമ്മീഷണറായിരുന്ന ഒരാൾ പെട്ടെന്ന് രാജിവെച്ച് പകരം ഒരാളെ കൊണ്ടുവരുന്നു. ആ രാജിവെച്ചാൾക്ക് പ്രമോഷൻ കൊടുക്കുന്നു. ഇതൊക്കെ വെറുതെ ആണെന്ന് വിചാരിച്ച് ഞങ്ങൾ ശുഭന്മാരായിട്ടിരിക്കണം എന്നാണോ പറയുന്നത്? പക്ഷെ അപ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ, കോടതികളെയൊക്കെ, അങ്ങനെ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ജനാധിപത്യത്തിന് കൂടെ. ഞാൻ ചോദിക്കട്ടെ, ഈ കോടതികളെയൊക്കെ സംശയത്തിന് മുകളിൽ ഞങ്ങൾ മാത്രമാണോ? ഇന്ത്യയിലെ തൻ്റെ ഇടമുള്ള മാധ്യമപ്രവർത്തകർ അത് ചെയ്യുന്നുണ്ടല്ലോ. അവരും മോശക്കാരായിട്ടുണ്ടാണോ? ഇന്ത്യയിൽ ധൈര്യം കാണിക്കാൻ താല്പര്യമുള്ള മാധ്യമപ്രവർത്തകർ ഇപ്പോഴും ഉണ്ട്, അപൂർവമായിട്ടെങ്കിലും ഉണ്ട്. അത് ഞങ്ങൾ തെറ്റ് ചെയ്താലും അവർ തെറ്റ് ചെയ്താലും തെറ്റിനെ പറയുന്നവർ, അവർ കാണിക്കുന്ന ധൈര്യത്തെ, സന്റെടത്തെ, അവരും കോംപ്രമൈസ്ഡ് ആയിട്ടാണോ പറയുന്നത്? അല്ലാണ്ട് അവരും ഫെയിലർ ആയിട്ടാണോ പറയുന്നത്? ഇലക്ഷൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ വീട്ടിൽ പ്രധാനമന്ത്രി പോവാണ് പൂജയ്ക്ക്. എത്ര മാധ്യമങ്ങൾ വിമർശിച്ചു? അല്ല, വ്യക്തിപരമല്ല. എനിക്ക് വ്യക്തിപരമാകാൻ പറ്റുന്ന കാര്യങ്ങൾ വ്യക്തിപരമാകണം. എനിക്ക് പരിമിതിയുണ്ട്. ഞാനൊരു പൊതുപ്രവർത്തകനാകുമ്പോൾ, പൊതുജീവിതത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ വ്യക്തിപരതയ്ക്ക് പരിമിതിയുണ്ട്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പരിമിതി ഉണ്ട്, സംശയമില്ല. അത് വിരമിച്ച് എത്രയോ ജഡ്ജിമാർ വിമർശിച്ചല്ലോ, ആ കസേരയിലിരുന്ന് എത്രയോ പേർ വിമർശിച്ചല്ലോ. അതെന്താ കണ്ടില്ലാണ്ടിരിക്കാൻ പറ്റുമോ? എൻ്റെ സംശയം ഇതാണ്, ഇങ്ങനെ സംശയത്തിന്റെ നിഴലിൽ എല്ലാവരെയും നിർത്താൻ തുടങ്ങിയാൽ ജനങ്ങൾ എങ്ങനെ ഈ സംവിധാനത്തെ വിശ്വസിക്കും? നിങ്ങളുടെ ഭാഷയുടെ തെറ്റാണ്. സംശയത്തിന് നിഴലല്ല, സത്യം മൂടിവെക്കുന്നതിനെ ചോദ്യം ചെയ്യപ്പെടുക ചെയ്യുന്നത്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സംശയത്തിന്റെ നിഴലിലോട്ട് ഞങ്ങളെ കൊണ്ടുവരല്ല ചെയ്യുന്നത്.
അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. താങ്കളിപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞു, കരുത്തരായ മാധ്യമ പ്രവർത്തകരെ കുറിച്ച് പറഞ്ഞു. പക്ഷേ കോൺഗ്രസ് പാർട്ടി നിങ്ങൾ വിമർശിക്കുന്ന മാധ്യമങ്ങളോട് നിങ്ങളും അസഹിഷ്ണുത പുലർത്താറില്ലേ? AICC അടക്കം നിങ്ങൾ വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് നിങ്ങൾ അസഹിഷ്ണുത പുലർത്താറുണ്ട്. അല്ല, ഒറ്റപ്പെട്ട സംഭവങ്ങൾ എനിക്ക് പൊതുവായിട്ടുള്ള സമീപനം, കോൺഗ്രസിന്റെ സമീപനം. ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തുന്ന പത്രസമ്മേളനങ്ങൾ നിങ്ങൾ കാണും. അദ്ദേഹം ഒരു ദിവസം ഒരു വർഷം എത്ര പത്രസമ്മേളനം നടത്തുന്നുണ്ടെന്ന് ഡൽഹിയിലിരിക്കുന്ന താങ്കൾക്ക് അറിയുമായിരിക്കുമല്ലോ. ഇന്ത്യൻ പ്രധാനമന്ത്രി എത്ര പ്രസ് കോൺഫറൻസ് നടത്തി? മൻമോഹൻ സിംഗ് സാധാരണ മാധ്യമങ്ങളെ കാണുന്ന ആളല്ല, പക്ഷേ അദ്ദേഹം എത്ര പത്രസമ്മേളനം നടത്തി? മോഡി എത്ര നടത്തുന്നതൊക്കെ നിങ്ങളുടെ മുന്നിലുണ്ട്. മീഡിയയെ അഭിമുഖീകരിക്കുക എന്നുള്ളത് പത്രസമ്മേളനം എന്നല്ല ഞാൻ പറഞ്ഞത്, മീഡിയയുടെ മുന്നിലുള്ള സംശയങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളത്. അതിൽ ഞങ്ങൾ ആരോടും അസഹിഷ്ണുത കാണിക്കാറില്ല. എന്തെല്ലാം മോശം ചോദ്യങ്ങൾ വരാറുണ്ട് പേഴ്സണലായിട്ട്, അതൊന്നും ആ ശൈലിയൊന്നും ഇപ്പം ആരെങ്കിലും ഒറ്റപ്പെട്ടവരോടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണെന്നുള്ള അഭിപ്രായക്കാരനാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ആരാ നിയന്ത്രിക്കുന്നത്? NDTV ആരാ നിയന്ത്രിക്കുന്നത്? ടൈംസ് നൗ ആരാ നിയന്ത്രിക്കുന്നത്? ഇന്ത്യയിലെ 2-3 കോർപ്പറേറ്റുകൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാധ്യമങ്ങളെ മുഴുവൻ വിലക്കെടുത്തിരിക്കുകയല്ലേ. സാധാരണ മാധ്യമ പ്രവർത്തകന് എന്ത് വിലയാണ് അവിടെ ഉള്ളത്? റിപ്പോർട്ടർക്ക് എന്ത് വിലയാണുള്ളത്? ഇത് ഞാൻ ചോദിക്കട്ടെ, പിണറായി റോയിക്ക് എന്ത് സംഭവിച്ചു ഈ രാജ്യത്ത്? പക്ഷേ മാധ്യമ ഉടമകളെ അടിസ്ഥാനമാക്കിയാണ് താങ്കൾ മാധ്യമ സ്വാതന്ത്ര്യം നിർവചിക്കുന്നതെങ്കിൽ രാജ്യത്ത് മാധ്യമങ്ങൾക്ക് ആദ്യം വിലക്ക് ഏർപ്പെടുത്തിയ താങ്കളുടെ പാർട്ടിയാണ്. ഞങ്ങളെ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളുടെ പാർട്ടിയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കണം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഇന്ന് ദേശീയ മാധ്യമങ്ങൾ, ഞാൻ വെർണാക്കുലർ മാധ്യമങ്ങളെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അത് വേറെ റേഞ്ചാണ്, വേറെ ലെവലാണ്. നാഷണൽ മീഡിയ എന്ന് പറയുന്നത് അവർ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ്, പ്രധാനമന്ത്രി രാജസ്ഥാനിൽ നടത്തിയ പാർലമെന്റ് പ്രസംഗം, പാർലമെന്റ് സമരത്തിന് പ്രസംഗം, ബൻസ്വാഡ പ്രസംഗം, ഇന്ത്യയിലെ ലോകം മുഴുവൻ ചർച്ച ചെയ്ത പ്രസംഗമാണത്. അമേരിക്ക ചർച്ച ചെയ്തിരുന്നു, മറ്റ് ലോകരാഷ്ട്രങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നു ആ പ്രസംഗം. എത്ര ദേശീയ മാധ്യമങ്ങൾ രാത്രി ചർച്ചകളിൽ ആ വിഷയം എടുത്തിട്ടുണ്ട്? എടുത്തിട്ടില്ല. ജനാധിപത്യത്തിലെ 4ാം തൂൺ എന്നുള്ളതിൽ നിന്ന് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങൾ പോയി എന്നാണ് ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് അവകാശപ്പെടുന്നവർക്ക് അത് പറയാൻ ഇപ്പോൾ അവകാശമില്ല, സംശയമില്ല. അത് ഞാൻ വെർണാക്കുലർ മാധ്യമങ്ങളെ വീണ്ടും മാറ്റി പറയുകയാണ്. ഒറ്റപ്പെട്ട മാധ്യമങ്ങളുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്, സംശയമില്ല. ഇപ്പം നമ്മുടെ ഗുജറാത്തിലെ സഹോദരനെ ഇപ്പം ജയിലിലാക്കി ഏറ്റവും ഒടുവിൽ കണ്ട സംഭവം നമ്മൾ കണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും പറയാൻ തുടങ്ങിയാൽ ഒന്നുകിൽ അവൻ്റെ വീട്ടിൽ ED എത്തും രാവിലെ, അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ CBI വരും, അല്ലെങ്കിൽ ജയിലിലോട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കേണ്ടി വരും. അതിന് അത്രയും ധൈര്യം കാണിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇവിടെ വീണ്ടും താങ്കൾ അന്വേഷണ ഏജൻസികളെ വീണ്ടും സംശയത്തിന്റെ നിഴലിൽ നിർത്തണം. ഇതെല്ലാം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാഗമായി നിലകൊള്ളേണ്ടതല്ലേ? താങ്കൾ മന്ത്രിയായിരുന്ന ആളാണ്. എങ്ങനെ നിർത്താതിരിക്കുന്നു? നമ്മൾ നാട്ടിൽ നോട്ട് നിരോധനം എന്തിനാണ് ഏർപ്പെടുത്തിയത്? പാവപ്പെട്ടവന്റെ കീശയിൽ ഉണ്ടായിരുന്ന 500ഉം 1000ഉം അമ്മമാർ സൂക്ഷിച്ചു വെച്ച് 500ഉം 1000ഉം ഒക്കെ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി. നോട്ട് നിരോധിച്ചില്ലേ? പറഞ്ഞ എന്താണ്? കള്ളപ്പണം നിരോധിക്കാൻ. 40 കോടി കേരളത്തിൽ വന്നിട്ട് ഇപ്പം വർഷത്തിനായി. എന്താ ED അവിടെ വരാത്തത്? ED IT നമ്മൾ അവിടെ കണ്ടില്ലല്ലോ. അത് കുഴൽപ്പണമല്ലായിരുന്നോ? കള്ളപ്പണം നിരോധിക്കാൻ വേണ്ടി പാവപ്പെട്ടവന്റെ നോട്ട് നിരോധിച്ച ആളുകൾ 40 കോടി ഒഴുക്കുമ്പോൾ അത് അന്വേഷിക്കാൻ ഒരു ED ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ, അപ്പം ഇതെല്ലാം ഏജൻസികളെ കുറിച്ച് ഞാൻ പറയുന്നതാണോ കുഴപ്പം? അല്ല, ഏജൻസികൾക്ക് പറ്റിയ അബദ്ധങ്ങളാണോ കുഴപ്പം? സുപ്രീം കോടതിയുടെ കഴിഞ്ഞ 2-3 ജഡ്ജ്മെന്റ് നിങ്ങൾ എടുത്ത് നോക്കണം. PMLA ആക്ട് ഉപയോഗിച്ചതിനെ കുറിച്ച് സുപ്രീം കോടതി തന്നെ അവിടെ പറഞ്ഞ 2-3 ജഡ്ജ്മെന്റുകൾ. ഒരാൾ ED അകത്താക്കിയാൽ 2 കൊല്ലക്കാലം, അവസാനം അവനെ വെറുതെ വിടും. സഞ്ജയ് റൗത്ത്, നമ്മുടെ ശിവസേന നേതാവ്, ED അകത്താക്കി, കേസുണ്ടോ? കേസില്ല. ഇപ്പോൾ അയാൾ 3 മാസം ജയിലിൽ കിടന്ന് ബാക്കി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അവർ നടത്തിയിരിക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകളാണ് ഇങ്ങനെ പറയാൻ അവസരം ഉണ്ടാക്കിയത്. തെരഞ്ഞെടുപ്പ് 2 സംസ്ഥാനങ്ങൾ കൂടി തെരഞ്ഞെടുപ്പിലേക്ക് പോകണം. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ ഇപ്പം കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ നിങ്ങൾ സ്വീകരിച്ച മാതൃക അല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുന്നത് സൗജന്യങ്ങൾ, ഫ്രീ ബീസ് കൊടുത്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് വോട്ട് വാങ്ങുക. അത് ജനാധിപത്യ പ്രക്രിയയിൽ ശരിയാണോ? ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഇങ്ങനെ സൗജന്യങ്ങൾ വാങ്ങി വോട്ട് ചെയ്യുന്നവരാണ് എന്ന തരത്തിൽ അവരെ രാഷ്ട്രീയ പാർട്ടികൾ നോക്കി കാണുന്നുണ്ട്. ഫ്രീ ബി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നതന്നെ ഞാൻ യോജിക്കുന്നില്ല. ഈ ഫ്രീ ബി എന്ന് പറഞ്ഞ വാക്കിനോട് നമ്മുടെ നവീനമായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രം അനുസരിച്ച് ഒരു നാട്ടിലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാവണം. ജനങ്ങളുടെ കയ്യിൽ, പാവപ്പെട്ടവരുടെ കയ്യിൽ. അഡാനിൻ്റെയും അംബാനിൻ്റെയും കയ്യിൽ മാത്രം പണം ഉണ്ടായിട്ട് കാര്യമില്ല. ഞങ്ങൾ കർണാടകത്തിലെ ഗ്യാരണ്ടി ആയാലും തെലങ്കാനയിലെ ഗ്യാരണ്ടി ഞങ്ങൾ അതിനു മുമ്പ് സ്റ്റഡി ചെയ്തിട്ടാണ്
കർണാടകയിൽ ഇപ്പൊ വിവാദങ്ങളുണ്ട്, നടപ്പാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല, അത് തെറ്റിദ്ധാരണയാണ്. അങ്ങനത്തെ ഒരു വിവാദം അവിടെ ഇല്ല. നടപ്പിലാക്കുന്നതിന് കൊടുക്കുന്ന ആർക്കൊക്കെ ഇതിന്റെ പരിധിയിൽ വരണം, അത് സാമ്പത്തികമായി താഴെ നിൽക്കുന്നവർക്കാണ് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടേണ്ടത്. ആ ബെനിഫിറ്റുകളെ കുറിച്ച് ഒരു ചർച്ച നടത്തണം എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. പക്ഷെ ആ സ്കീം നടപ്പിലാക്കുന്നതിനാണ്. ഇവിടെ നമ്മൾ ഉദാഹരണത്തിന് പറയാം, നെല്ല് സംഭരണം നടത്തുന്ന നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട കൃഷിക്കാരൻ നെല്ല് കൊടുത്താൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഇടനിലക്കാരൻ വന്ന് അതിനകത്ത് ഇടപെട്ട് കൃഷിക്കാരൻ പാവപ്പെട്ടവൻ കൃഷി ചെയ്താൽ അവന് നെല്ലുമില്ല, നെല്ലിന് കൂലിയില്ല, ഒന്നുമില്ല, ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാണാൻ വരുന്നത്. ഇത് നേരിട്ട് കയ്യിലേക്ക് എത്തുകയാണ്. 1500 രൂപ മാസം ഒരു സാധാരണക്കാരായ വീട്ടമ്മയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുകയാണ്. ഒരു ഇടനിലക്കാരനുമില്ല. 5 കിലോ അരി കർണാടകത്തിൽ അരിയല്ല ഇപ്പം കൊടുക്കുന്നത്, 5 കിലോയുടെ പൈസ, അരിയുടെ പൈസയാണ് കൊടുക്കുന്നത്. അതവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തുകയാണ്. ആ പാവങ്ങൾ കൊടുക്കുന്ന ഫ്രീ ബിക്കാണ് ആക്ഷേപം. 4.5 ലക്ഷം കോടി രൂപ വൻ മുതലാളിമാരുടെ കടം എഴുതി തള്ളാൻ അത് തള്ളിയാൽ ആക്ഷേപമില്ല. ഇവർക്ക് പാവപ്പെട്ടവർ 1500 രൂപ കൊടുക്കുന്നത് ആ ഫ്രീ ബി. അതിനൊരു കോൺഗ്രസിനൊരു കാഴ്ചപ്പാട് ഉണ്ട് സാമ്പത്തിക രംഗത്ത്. അത് ഈ ഫ്രീ ബി കൊടുക്കുമ്പോൾ സമ്പന്നരായ ആളുകളെ അവരുടെ നികുതി അടക്കം പിടിച്ചു വെച്ചിട്ട് വേണം, അവർക്ക് ലോൺ വേവർ അല്ല കൊടുക്കേണ്ടത്, പിടിച്ചിട്ട് വേണം പാവപ്പെട്ടവൻ്റെ കയ്യിലേക്ക് എത്തിക്കാൻ. അത് ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആ കാഴ്ചപ്പാടുണ്ട്. പാവപ്പെട്ടവരെ എംപവർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് അത്. ആ എംപവർമെൻറ്റ് നടക്കണമെന്നില്ലാണ്, അത് ഫ്രീ ബി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. ആദ്യം കളിയാക്കിയ നരേന്ദ്രമോദി മധ്യപ്രദേശിലും ഹരിയാനയിലും ഇപ്പം മഹാരാഷ്ട്രയിലും ഒക്കെ നടപ്പിലാക്കാനുള്ള മത്സരത്തിലാണ്. എല്ലാ പാർട്ടികളും നടപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി അതിനേക്കാൾ കൂടുതൽ തിരഞ്ഞെടുപ്പ് രംഗത്ത് നേരിടുന്ന ഒരു വിമർശനം പിന്തുടർച്ച. ഇപ്പൊ ഞാനിവിടെ ഉപതെരഞ്ഞെടുപ്പുകളെ കുറിച്ച് കേട്ടപ്പോൾ പാലക്കാട് പിന്തുടർച്ചയായി സ്ഥാനാർത്ഥി വന്നു എന്ന് പറയുന്നു. വയനാട്ടിൽ കുടുംബാധിപത്യത്തിന്റെ ഭാഗമായി ഒരു സ്ഥാനാർത്ഥി വന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇത്തരം വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നത്? പുരുഷോത്തമൻ എന്തെങ്കിലും പറയാൻ പറ്റും? എത്ര ചർച്ചകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇരുത്തിക്കൊണ്ട് നിഷ ചർച്ച നടത്തിയിട്ടുണ്ട്. ഞാനല്ല പറഞ്ഞത്, കോൺഗ്രസ്സുകാർ തന്നെ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾക്കൊരു ബോധ്യം ഉണ്ടാവണ്ടേ? യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി എത്ര തവണ പോലീസിന്റെ അടി വാങ്ങിയ പയ്യനായിരുന്നു അവൻ. ചെറുപ്പക്കാരുടെ കോസിന് വേണ്ടി ഇപ്പം ഞാൻ മത്സരിച്ചപ്പോൾ ഞാൻ ആലപ്പുഴ പോയിട്ടാണ് മത്സരിച്ചത്. എൻ്റെ വീട് കണ്ണൂരാണ്. ഞാൻ ആലപ്പുഴ പോയിട്ടാണ് 96 മുതൽ മത്സരിക്കുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞാൽ അറിയില്ല ഞാൻ ആലപ്പുഴ അല്ല എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിച്ചു തരില്ല. പാലക്കാടേക്ക് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റിനെയാണ് മത്സരിപ്പിച്ചത്. അത് പിന്തുടർച്ചയല്ല. പിന്നെ പ്രിയങ്ക ഗാന്ധി പിന്തുടർച്ചയായിട്ട് വന്നതല്ല. കഴിഞ്ഞ 25-30 കൊല്ലമായിട്ട് അവർ രാഷ്ട്രീയത്തിലുണ്ട്. തൻ്റെ അച്ഛൻ മരിച്ചു വീണപ്പോൾ ഈ നാടിന് വേണ്ടി ചിന്നിച്ചിതറി മരിച്ച് ശ്രീപെരുമ്പത്തിൽ വീണപ്പോൾ അമ്മയെ സഹായിക്കാൻ അന്ന് വന്നതാണ്. റായ്ബറേലിയിലെ ഇലക്ഷൻ എല്ലാ ഇലക്ഷനും പ്രിയങ്ക ഗാന്ധിയായിരുന്നു നേതൃത്വം കൊടുത്തത്. രാജീവ് ഗാന്ധിയുടെ കാലത്തും അവർ പോകുമായിരുന്നു അവിടെ ആ മത്സരത്തിൽ. അവർ 25 കൊല്ലം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ലായിരുന്നു. അവരുടെ പേര് വരുമായിരുന്നു, എല്ലാ ഇലക്ഷനും മത്സരിക്കും. പക്ഷെ ഇപ്പോഴാണ് അവർ തീരുമാനിച്ചത്. അവരുടെ അമ്മ രാജീവ്ജിയുടെ അമ്മ ഇന്ദിരാജിയും ഈ നാടിന് വേണ്ടിയിട്ട് തന്നെയാണ് ബലിയർപ്പിച്ചത്. 2 രക്തസാക്ഷികളെ പ്രൈം മിനിസ്റ്റർമാരായിരുന്നവരെ കൊടുത്ത ഒരു കുടുംബമാണ് ആ കുടുംബം. കഴിഞ്ഞ 30 ഇപ്പം എല്ലാം പറയും പിന്തുടർച്ച. 30 കൊല്ലമായിട്ട് അവരാരും ഒരു കേന്ദ്രമന്ത്രി പോലും അല്ല. സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആയിട്ടില്ല, മന്ത്രി ആയിട്ടില്ല. രാജീവ് ജി കഴിഞ്ഞതിന് ശേഷം ആ കുടുംബത്തിന് ഒരാളൊരു മന്ത്രി പോലും ആയിട്ടില്ല. പിന്നെ പിന്തുടർച്ചയെക്കുറിച്ച് പറയുന്നവർ 46 MP ഇന്ന് NDAയിൽ വന്നവർ. അനുരാഗ് ഠാക്കൂർ ആരാണ്? അച്ഛൻ മുഖ്യമന്ത്രിയല്ലേ, ധൂമലിൻ്റെ മോനല്ലേ. ഇപ്പം ഹരിയാനയിൽ ഉണ്ടാക്കിയ ഒരു മന്ത്രി നമ്മുടെ കേന്ദ്രമന്ത്രി ആയിരുന്ന ഹരിയാനയിലെ മന്ത്രി ഇപ്പം അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. ആ കേന്ദ്രമന്ത്രിയുടെ മകൾ 1ാം തവണ മത്സരിച്ചിട്ട് അവളിപ്പം ഹരിയാനയിലെ ക്യാബിനറ്റ് മിനിസ്റ്ററാണ് BJP ഗവൺമെൻറ്റിൽ. എത്ര ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, എത്ര MP കണക്ക് വേണോ? ഞാൻ തരാം. BJPയുടെ ഈ എന്നിട്ട് അവരാണ് പറയുന്നത്. പിന്നെ CPMന്റെ പാരമ്പര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അത് നിങ്ങൾക്ക് അറിയാം. ഇവിടുത്തെ പാരമ്പര്യം പിന്തുടർച്ചയെക്കുറിച്ചൊക്കെ ഞാൻ പറയേണ്ട കാര്യം. അവരാണ് ഞങ്ങളെ പിന്തുടർച്ചയെക്കുറിച്ച്. അറ്റ്ലീസ്റ്റ് ഒരു കുടുംബത്തിൽ നിന്നും 2 പേരെ ഈ നാടിന് വേണ്ടി ബലിയർപ്പിച്ച കുടുംബമാണത്. 25 കൊല്ലമായിട്ട് അവർ മത്സരിച്ചിട്ടില്ല. അവരുടെ ഒരു കന്നി മത്സരമാണ് ഈ മത്സരം. അതിനുള്ളൊരു പ്രതിപക്ഷ ബഹുമാനമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ നന്ദി ശ്രീ KC വേണുഗോപാൽ. ജനാധിപത്യത്തിലെ വിവിധ ശരി തെറ്റുകളെ കുറിച്ചാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസാരിക്കാൻ കഴിഞ്ഞത്. തുടർ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും. ഒരിക്കൽ കൂടി നന്ദി മനോരമക്ക്. നമുക്ക് സമയപരിമിതിയുണ്ട്. 2 ചോദ്യങ്ങൾ ഓഡിയൻസിന് ചോദിക്കാം.
രണ്ട് ചോദ്യങ്ങൾക്കുള്ള അവസരമാണുള്ളത്. അപ്പോൾ താല്പര്യമുള്ള രണ്ടുപേര് രണ്ടുപേർക്ക് ചോദ്യം മാത്രമേ, ചോദിക്കാം. കർശനമായി രണ്ടുപേരിൽ നിർത്തും, സമയമില്ല. ഗുഡ് ഈവനിങ് സാർ. സാറ് ഹരിയാന അസംബ്ലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, EVM-നെ പറ്റി. അപ്പോൾ EVM ഇപ്പോൾ EVM-നെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു സംശയമുണ്ട്. അതായത് നിങ്ങൾ പറഞ്ഞു ബിഫോർ ദി എലക്ഷൻ എവറി പോൾ പ്രൊഡിക്റ്റേഴ്സ് ആൻഡ് എക്സ്പേർട്ട് വെയർ പ്രൊഡിക്റ്റിംഗ് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നുള്ളത്. പക്ഷേ എലക്ഷൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പോയി. അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇലക്ഷൻ കമ്മീഷനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ നിങ്ങൾ പെസിമിസ്റ്റിക് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം അടുത്ത ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്. അപ്പോൾ എന്താണ് പ്രതിവിധി? അപ്പോൾ ഈ ഒരു സംഗതി കണ്ടിന്യൂഷൻ ആണ് സംഭവിക്കുന്നത്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ ആശങ്കകൂലാക്കുന്ന ഒരു ചോദ്യമാണ് താങ്കൾ ചോദിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കണ്ടു പറഞ്ഞതാണ്. സുപ്രീം കോടതിയിൽ പലരും പെറ്റീഷൻ കൊടുത്തിരിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്തോളം കാലം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ജനാധിപത്യ പാർട്ടിക്കും കഴിയില്ല. അപ്പോൾ ഞങ്ങൾ അതിനുള്ള കൃത്യമായ പ്രിക്കോഷൻ എന്താണ് പരമാവധി എടുക്കാനുള്ളത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. മഹാരാഷ്ട്രയിലെ ഇപ്പോൾ ഇലക്ഷനും ഞങ്ങൾ പരമാവധി പ്രിക്കോഷൻ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നടത്തി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തുള്ള ലൂപ്പ് ഹോൾസ് എവിടെയാണ് ഉണ്ടാകാൻ പോകുന്നത്, എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ അതുകൊണ്ട് അത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് അത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ ആ മറുപടിയും കൊടുത്തത്. രാജ്യത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിന് കാസ്റ്റ് സെൻസസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം കാസ്റ്റ് സെൻസസ് ആണ് ഈ തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് കർണാടകത്തിൽ, എന്തുകൊണ്ടാണ് പ്രയോഗതലത്തിൽ കാസ്റ്റ് സെൻസസ് പ്രവർത്തിക്കാതെ വരുന്നത്? കർണാടകത്തിൽ അതിൻ്റെ പണിപ്പുരയിലാണ് ഗവൺമെൻറ്. കർണാടക ഗവൺമെൻറ് അതിൻ്റെ ബില്ല് തയ്യാറാക്കിയിട്ടുണ്ട്. അവരതിൻ്റെ പണിപ്പുരയിലാണ്. ആ സെൻസസ് നടത്തിയതിനെക്കുറിച്ച് ചില ആക്ഷേപങ്ങൾ ചിലർക്കുണ്ട്. അതിൻ്റെ കറക്റ്റ് ചെയ്യാനുള്ള മെഷീനറി അവർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡെഫിനറ്റായിട്ടും കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ആ ഒരു തീരുമാനമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത് കാസ്റ്റ് സെൻസസ് ഉണ്ടാക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.